എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളെ കാണാൻ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ ഒരു കരിയർ കാലഘട്ടത്തിലെ 2025 2026 എന്ന് പറയുന്ന ഈ ഒരു വർഷം വളരെ വലിയ ഇമ്പോർട്ടൻസ് ഉള്ളൊരു വർഷമാണ്. കാരണം കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുമ്പുള്ളതോ ഇനി ഒരു 3 വർഷത്തിന് ശേഷമോ നമുക്ക് കിട്ടാൻ പോകുന്ന വലിയ ഒരു സാധ്യതയുണ്ടല്ലോ, ആ ഒരു സാധ്യതയാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, ഒരു 7ാം ക്ലാസ് പാസ്സായിട്ടുള്ള ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ഇന്ന് ഇപ്പോൾ സർക്കാർ സർവീസിൽ എത്തുവാൻ വലിയൊരു സുവർണ അവസരമാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അതായത് മറ്റൊന്നുമല്ല, നമ്മുടെ കമ്പനി ബോർഡ് LGS പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ലൈവായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടാകാം, അപ്ലൈ ചെയ്തുകൊണ്ട് പഠനം തുടങ്ങിയിട്ടുണ്ടാകാം. ഈ ഒരു സാഹചര്യത്തില് സ്വാഭാവികമായിട്ടും ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്ന ചില സംശയങ്ങളാണ് ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മക്കളെ, നമ്മൾ ഈ ഒരു യാത്ര തുടങ്ങി നിങ്ങളുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, സാർ എത്ര നാൾ കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ കമ്പനി ബോർഡ് LGS പരീക്ഷ ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും? ഞങ്ങൾ തുടക്കക്കാരാണ്, ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. കുറേ നാളുകൾക്ക് മുമ്പ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ കൂടെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ സാധ്യത എത്ര ശതമാനമുണ്ട് എന്നുൾപ്പെടെയുള്ള വലിയ ആശങ്കയാണ് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. എടാ, നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. കാരണം ഇവിടെ എത്ര നാള് പഠിച്ചു എന്നതിൽ പ്രസക്തി ഇല്ല. ഇതൊരു കംപ്ലീഷൻ അല്ല. നിങ്ങൾ 2 വർഷം പഠിച്ചു, അല്ലെങ്കിൽ 3 വർഷം പഠിക്കുമ്പോൾ ഒരു ഡിഗ്രി കിട്ടും, അല്ലെങ്കിൽ 4 വർഷം പഠിക്കുമ്പോൾ ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി കിട്ടും, അങ്ങനെയല്ല. 6 മാസം കൊണ്ട് പരീക്ഷ ക്രാക്ക് ചെയ്ത ആൾക്കാരെ അറിയാം. 6 വർഷമായിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെയും അറിയാം. അപ്പൊ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യണം. അവിടെയാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഫോക്കസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്ന്, മാനസികമായിട്ട് നിങ്ങൾ തയ്യാറെടുക്കണം. ഈ ഒരു മത്സര പരീക്ഷാ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്കാകെ സപ്പോർട്ട് കിട്ടുന്നത് നിങ്ങളിൽ നിന്ന് മാത്രമായിരിക്കും. അല്ലാതെ ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യത്തില്ല. നാട്ടുകാരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും കസിൻസ് ആണെങ്കിലും എല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്തും, ചിലപ്പോൾ ഒരു പക്ഷെ പരിഹാസപ്പെടുത്തിയേക്കാം. പക്ഷേ ഈ ഒരു പരീക്ഷ വിജയിച്ചുകൊണ്ട് സർക്കാർ സർവീസിലേക്ക് എത്തുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ഒരു ചെവി കൂടെ കേട്ട് മറ്റൊരു ചെവി കൂടെ കളയുവാൻ നിങ്ങൾ ആ ഒരു മനസ്സ് കാണിക്കണം. മാത്രമല്ല, ഈ ഒരു യാത്രയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾ ഒരു പക്ഷെ വീണു പോയേക്കാം. പക്ഷെ ആ വീഴ്ചയിലും നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് മുമ്പോട്ട് പതിയാണെങ്കിൽ പോലും നടന്നു നീങ്ങുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. സോ അതുകൊണ്ട് വരാൻ പോകുന്ന നമ്മുടെ കമ്പനി ബോർഡ് LGS പരീക്ഷ ഒരുപാട് പ്രതീക്ഷകളോടുകൂടി നടക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ്. ഏകദേശം 3000-ഓളം നിയമനങ്ങൾ നടക്കാൻ പോകുന്ന കേരള PS നടത്തുന്ന വലിയൊരു മത്സര പരീക്ഷയാണ്. ഇതുപോലെ ഒരു അവസരം നിങ്ങൾക്കിനി ഒരു 3 വർഷം കഴിഞ്ഞെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് മക്കളെ, ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ്, നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് 100% എഫോർട്ട് ഒരു 6 മാസം ഇട്ട് കഴിഞ്ഞാൽ പരീക്ഷ ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. അപ്പൊ ഇവിടെ 80 മാർക്കിന്റെ GKയും 20 മാർക്കിന്റെ മാത്സും മാത്രമേ ഉള്ളൂ. സാധാരണ മാത്സിലെ ചോദ്യങ്ങളൊന്നും അല്ല ഇവിടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. വളരെ സിമ്പിൾ ചോദ്യങ്ങളാണ്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഒരു 4 മണിക്കൂർ ഒരു ദിവസം പഠിക്കാൻ തീരുമാനിച്ചു. അതിലെ 3 മണിക്കൂർ നിങ്ങൾ GK വിഷയങ്ങൾ പഠിച്ചു, 1 മണിക്കൂർ മാത്സ് പഠിച്ചു. അങ്ങനെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രതിസന്ധികൾക്കിടയിലും നിങ്ങൾക്ക്
പരീക്ഷാ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സോ അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും വേണ്ടത് നിങ്ങൾ സിലബസ് അനുസരിച്ചുകൊണ്ട് ഓരോ ദിവസങ്ങളും കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് പഠിക്കണം എന്ന് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന പരീക്ഷയാണ്. 8 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരീക്ഷയില് നിങ്ങൾ ആദ്യത്തെ 100-നകത്തേക്ക് എത്തണമെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന നിമിഷം മുതൽ തന്നെ നിങ്ങൾക്കുള്ള സാധ്യത വളരെ വലുതാണ്. എടാ, നിങ്ങൾ ഉറപ്പായിട്ടും റാങ്ക് ലിസ്റ്റ് കാണും, ഷുവറാണ്. സോ ആ ഒരു പ്രതീക്ഷയോടുകൂടി നിങ്ങൾ മുമ്പോട്ട് പോകണം. 2027 റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുമ്പോൾ ഞാൻ അതിലുണ്ടാകും എന്ന് വലിയ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ദൃഢനിശ്ചയത്തോടുകൂടി പരീക്ഷയെ നേരിടണം. സോ അങ്ങനെ ഈ ഒരു പരീക്ഷ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം മറക്കുക, പുതുതായിട്ട് തുടങ്ങുക. പുതുതായിട്ട് തുടങ്ങിയിട്ട് സിലബസ് എടുത്തു വെച്ചതിന് ശേഷം ആ സിലബസിലെ നിങ്ങൾ ഓരോ ഭാഗങ്ങൾ ഓരോ ദിവസങ്ങൾ കൊണ്ട് പതിയെ പതിയെ ചെയ്തു പഠിച്ച് മുമ്പോട്ട് പോകുന്ന ഉദ്യോഗാർത്ഥിക്ക് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. സോ ഏതൊക്കെ പ്രതിസന്ധികൾ വന്നാലും, എത്ര പരാജയങ്ങൾ നിങ്ങൾക്ക് നേരിട്ടാലും, നിങ്ങൾ വീണ്ടും എഴുന്നേറ്റ് നിന്ന് വളരെ ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണം. കാരണം ഇവിടെ വിജയിക്കേണ്ടത് നമ്മളുടെ മാത്രം അത്യാവശ്യമാണ്. സോ അതുകൊണ്ട് ഈ വിജയം നേടിയെടുക്കാൻ നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ CC ജനറൽ PSCയുടെ ചാനല് ഇനിയുള്ള ദിവസങ്ങൾ വലിയ ആവേശത്തോടു കൂടി ലൈവ് ക്ലാസ്സുകളും അതേപോലെ ഒരുപാട് ഫ്രീ കണ്ടന്റുകളുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. പരമാവധി ഉദ്യോഗാർത്ഥികളെ റാങ്ക് ലിസ്റ്റിന്റെ ആദ്യ ഭാഗത്തേക്ക് എത്തിക്കുക എന്നുള്ള വലിയൊരു മിഷന്റെ ഭാഗമായിട്ട് നമ്മൾ പുതിയ ബാച്ചുകളും ഉടനടി തുടങ്ങുകയാണ്. സ്ഥിരമായിട്ട് ലൈവ് ക്ലാസ്സുകളും സ്ഥിരമായിട്ട് നമ്മൾ റെക്കോർഡ് ക്ലാസ്സുകളും എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഈ ഒരു പരീക്ഷയിലെ നിങ്ങൾ 100% എഫോർട്ട് ഇടുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളെയും റാങ്ക് ലിസ്റ്റിലെ ആദ്യ ഭാഗത്തേക്ക് എത്തിക്കുക എന്നുള്ള വലിയൊരു മിഷന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ചാനലിലും നമ്മൾ ലൈവ് സെഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പോവുകയാണ്. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളെല്ലാം പരീക്ഷ വരെയും 2021 മുതൽ 2025 വരെ കേരള PSC നടത്തി മാറിയ 10th ലെവൽ പ്രിലിംസ് മെയിൻസ് പരീക്ഷകളുടെ എല്ലാ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും യൂട്യൂബ് ലൈവ് സെഷനിൽ കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ള വലിയൊരു മിഷന് കൂടി തൊട്ടടുത്ത ദിവസങ്ങളിലെ അംഗം കുറിക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ ഒരുമിച്ച് പഠിച്ചുകൊണ്ട് ഈ ഒരു കമ്പനി ബോർഡ് LGS പരീക്ഷ നമുക്ക് ക്രാക്ക് ചെയ്യാവുന്നതാണ്. സോ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. സോ അതിനനുസരിച്ചുകൊണ്ട് തൊട്ടടുത്ത ദിവസങ്ങളിലെ നമ്മൾ നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്തുകൊണ്ട് വെബിനാറുകളും അതേപോലെ ഇതുപോലെ നമ്മുടെ ഈ തുടർച്ചയായിട്ട് പോകുന്ന ഫ്രീ ക്ലാസ്സുകളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ അവസാനമായിട്ട് ഒരിക്കൽ കൂടി പറയുന്നു, ഈ ഒരു കമ്പനി ബോർഡ് LGSന്റെ പരീക്ഷ നമുക്കുള്ളതാണ്. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒന്നാമതെത്താം.